ഇടുക്കി ഏലപ്പാറ ടൗണിലെ ലോഡ്ജ് മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പശ്ചിമ ബംഗാൾ നാദിയ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലയാണ് പിടിയിലായത്. കോതമംഗലം സ്വദേശിയായ മനുവിനെയാണ് ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ജോയിൻ മോ ജോസ് ചേരുന്നുണ്ട്. ജോയ്, മരണം കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലോട്ട് പോലീസ് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്? സോന, മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതായത് രാവിലെയാണ് ഇത്തരത്തിലൊരു കൊലപാതക വിവരം പുറലോകം അറിയുന്നത്. അതായത് ഏലപ്പാറ ടൗണിലെ ഒരു ലോഡ്ജ് മുറിയിലാണ് കോതമംഗലം സ്വദേശിയായ മനു ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ ഇയാൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഈ സൈഫുദ്ദീൻ മണ്ഡലിനെ കാണാതായിരുന്നു. ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇയാളിലേക്ക് തന്നെ അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്നു. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ രാവിലെ 5:45, അതായത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതായത് ശാസ്ത്രീയ പരിശോധന അത് സ്ഥിരീകരിക്കുകയും പിന്നാലെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ പ്രതി ഇയാളുടെ ധാരണയിലേക്ക് പോലീസ് എത്തിയിരുന്നു. പിന്നാലെ ഇതിനുശേഷം തന്നെയാണെങ്കിലും ഈ പ്രതിയെ സംശയിക്കുന്ന ഇയാൾ രാവിലെ 5:45 ഈ ഏലപ്പാറ ടൗണിൽ നിന്ന് ബസ് കയറി പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇത് പോലീസിനെ സംബന്ധിച്ച് ഇയാളിലേക്ക് എത്താൻ വലിയ നിർണായക പങ്ക് വഹിച്ചിരുന്നു. പിന്നെ ഈ ബസ് കേന്ദ്രീകരിച്ച അന്വേഷണം കോട്ടയത്തേക്ക് എത്തുകയും കോട്ടയത്തെ ജില്ലാ പോലീസിന്റെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിൽ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഇയാൾ നാട് വിടാനുള്ള സാധ്യത പോലീസ് കണ്ടെത്തി. പിന്നാലെ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പരിശോധന. ഇത്തരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സൈഫുദ്ദീൻ മണ്ഡൽ പിടിയിലാകുന്നതും. പിന്നാലെ കോട്ടയം പോലീസ് ഇയാളെ പീരുമേട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഇയാളെ പീരുമേട് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഏറെക്കുറെ പോലീസ് ഈ ഘട്ടത്തിൽ ഇയാളാണ് കൃത്യം നടത്തിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വരൂ. അതായത് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതായത് ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടന്നതെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു. അതിനുശേഷം രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴായിരുന്നു ഈ കൊലപാതക വിവരം പുറലോകം അറിയുന്നത്. പിന്നാലെ മണിക്കൂറുകൾക്ക് തന്നെ പ്രതി പിടിയിലാവുകയും ചെയ്തു. ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാവണം. അത് പ്രതിയെ ചോദ്യം ചെയ്യലിലൂടെ വരും മണിക്കൂറിൽ ഉണ്ടാകും. സോന, ഏലപ്പാറയിലെ യുവാവിന്റെ മരണത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ജോയ് മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.